നമസ്കാരം. വിമർശനങ്ങളിൽ പ്രതികരിച്ച് സീതാറാം യെച്ചൂരി. ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് ബിജെപിയുമായി ബന്ധമുണ്ടെന്ന് നുണ പറയുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെറും സാധാരണ തെരഞ്ഞെടുപ്പല്ല, ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ്. BJPയെ താഴെ ഇറക്കാൻ എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒരുമിക്കണം. എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ച് കോൺഗ്രസ് ആക്രമിക്കുന്ന സാഹചര്യമാണുള്ളത്. അവരുടെ ലക്ഷ്യം BJP അല്ല, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് നയിക്കുന്നയാളാണെന്നും BJP നടപടികളെ ശക്തമായി അപലപിച്ചിട്ടുള്ള നേതാവാണ് പിണറായി എന്നും യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു. മതേതര രാജ്യത്തെ ഹിന്ദുത്വ മതരാഷ്ട്രമാക്കാൻ BJP ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനും BJP ശ്രമം നടത്തുകയാണ്. ഭരണഘടനയെ തകർക്കാനും BJP ശ്രമിക്കുന്നുവെന്നും അതിനെ നേരിടുക എന്നതാണ് പ്രധാനമെന്നും യെച്ചൂരി പറഞ്ഞു. കേരളം കടന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ്. BJPയെ കഴിഞ്ഞ 5 വർഷം നയപരമായി എതിർത്തത് CPIM ആണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പരസ്യമായി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടതല്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം. കോടതിയിൽ പോയതും സമരം ചെയ്തതും CPM ആണ്. എന്നിട്ടാണ് ഇപ്പോൾ കള്ളം പറയുന്നതെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ UDFന് കൊടുക്കുന്ന വോട്ട് നാളെ BJPക്ക് കൊടുക്കുന്ന വോട്ടാകും. കോൺഗ്രസിലെ സച്ചിൻ പൈലറ്റ് ഒഴികെയുള്ള എല്ലാ യുവ നേതാക്കളും BJPയിലേക്ക് പോയി. CPIM അടക്കമുള്ള ഇടത് പാർട്ടികൾ മാത്രമാണ് അവസരവാദ രാഷ്ട്രീയത്തിന് പിന്നാലെ പോകാത്തതെന്നും വിശ്വസിക്കാവുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും അതുകൊണ്ട് ആലപ്പുഴയിൽ CPMനെ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതമെന്നും യെച്ചൂരി പറഞ്ഞു. അറസ്റ്റും ജയിലും ഭയന്ന് BJPയിലേക്ക് പോകുന്നവരാണ് കോൺഗ്രസുകാർ. പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ജയിലും അറസ്റ്റും കണ്ട് ഭയപ്പെടുന്നവരല്ല ഇടതുപക്ഷം. പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് 18 മാസമാണ് ജയിലിൽ കിടന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു.